യൂണിവേഴ്സ് നൽകുന്ന ബ്ലെസ്സിങ്സ് ഓർ ഗൈഡൻസ് എന്താന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടല്ലോ, ഒരു ഫയർ ഉണ്ട്. ആ ഒരു ഫയർ അത് സ്റ്റാർട്ട് ആവുന്നു എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ റിലേഷൻഷിപ്പിന്റെ ഒരു ഫയർ ആയിരിക്കാം. എന്തായാലും ഒരു ന്യൂ കണക്ഷൻ ആണ്, ഒരു പുതിയ എനർജിയാണ് ഉണ്ടാകുന്നത്. സോ അത് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാള് ഒന്ന് ഒരു സെപ്പറേഷൻ എനർജിയിലൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ലിസ്റ്റിലൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ മനസ്സിലാക്കി, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അതിനൊരു പുതുജീവൻ, ആ ഒരു പഴയ റിലേഷൻഷിപ്പിന് ഒരു പുതുജീവൻ കൊടുക്കുന്നതാവാം. എനിവേ ഒരു പുതിയൊരു എനർജി, പുതിയൊരു റിലേഷൻഷിപ്പ് എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് എന്ത് തന്നെയായാലും അവിടെ സ്ട്രഗിൾസ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഒരു മൂന്നാമതൊരു പേഴ്സൺ ആ എനർജി, അല്ലെങ്കിൽ ആ ഒരു പുതിയ തുടക്കത്തെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ പേഴ്സണെ കൺവിൻസ് ചെയ്ത് പുതിയൊരു റിലേഷനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു എനർജിയിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഒരു ഒരു എക്സ്റ്റേണൽ എനർജി, അല്ലെങ്കിൽ ഒരു പുതിയൊരു പേഴ്സൺ അല്ലെങ്കിൽ വേറൊരാള് വന്ന് ആ ഒരു എനർജി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. ഓക്കെ, കാരണം അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. നിങ്ങൾ പുതിയൊരു സ്റ്റാർട്ടിലാണ്, അല്ലെങ്കിൽ പുതിയ ഒരു റിലേഷൻഷിപ്പ് എനർജി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് ഒരു ബുദ്ധിമുട്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. സോ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് പറയുന്നത്, ഔട്ട്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എന്താ പറയാ, റെസ്റ്റ് ഓഫ് ദ പാർട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾ ഒരു മൂന്നാമതൊരാളെ, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഒരു തേർഡ് എനർജി ഇൻഫ്ലുവൻസ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. സോ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. Okay guys, hope you like this video. Stay tuned.